ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടരുതിനി, പരമരാജ്യം തരുവതിന്നു താതനിഷ്ഠരാ. ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടരുതിനി, പരമരാജ്യം തരുവതിന്നു താതനിഷ്ഠരാ. ഉറപ്പും ധൈര്യവും നല്ല സ്ഥിരതയും കല, ഒരുങ്ങി നിൽപ്പിൻ തിരുവചനം അനുസരിക്കുവാൻ. ഉറപ്പും ധൈര്യവും നല്ല സ്ഥിരതയും കല, ഒരുങ്ങി നിൽപ്പിൻ തിരുവചനം അനുസരിക്കുവാൻ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ഫിലിപ്പേ ലേഖനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഫിലിപ്പേ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമ്മൾ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. 14-ാം വാക്യത്തിൽ പൗലോസ് ഓട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നടപ്പിനെ കുറിച്ച് പറയുക. പക്വതയുള്ളതായ ഒരു നടപ്പാണ് 15-ഉം 16-ഉം വാക്യങ്ങളുടെ വിഷയം. ഇവിടെ 2 നിലയിലുള്ള ചിന്തകളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ തികഞ്ഞവരുടെയൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. രണ്ടാമത്തെ ചിന്ത വേറെ വിധമായി ചിന്തിച്ചാൽ. ഇപ്പോൾ 2 നിലയിലുള്ള ചിന്തകൾ ഉണ്ട്. പക്വതയിലുള്ള ചിന്തയും പക്വതയില്ലാത്തതായ ഒരു ചിന്തയും. ഇനി തങ്ങൾ തികഞ്ഞവരാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെങ്ങനെ ചിന്തിക്കണം എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. എന്താണ് അവരോട് പറയുന്നത്? ഇതുവരെ 1 മുതൽ 15 വരെയുള്ളതായ ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആത്മീയ പക്വതയിലേക്കുള്ളതായ പ്രബോധനങ്ങൾ ചിന്തിക്കണം എന്നാണ് പൗലോസ് അവരോട് ആവശ്യപ്പെടുന്നത്. എന്താണ് അവർ ചിന്തിക്കേണ്ടത്? അവര് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവരാണ്, ക്രിസ്തുവിൽ പ്രശംസിക്കുന്നവരാണ്, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നവരാണ്. ഇതിലൊക്കെയാണ് പ്രശംസിക്കേണ്ടത്, ഇതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. മാത്രമല്ല, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം എല്ലാം ഛേദം എന്ന കാര്യം ചിന്തിക്കണം. ക്രിസ്തുവിൽ ഇരിക്കുവാൻ, ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെടുവാൻ, ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി പ്രാപിക്കുവാൻ, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുക, മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കുക. ഇങ്ങനെയുള്ള ആത്മീയ പക്വതയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ടാണ് പൗലോസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ആത്മീയമായ പക്വതയിലേക്ക് വളരുക. ആത്മീയമായ പക്വതയിലെത്തി എന്ന് ചിന്തിക്കരുത്. പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ എന്ന് പൗലോസ് പറയുന്നുണ്ട്. പിടിച്ചിരിക്കുന്നു എന്ന് താൻ നിരൂപിക്കുന്നില്ല. ആ പിൻപിലുള്ളതിനെ മറന്ന് മുൻപുള്ളതിനായിട്ട് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവുള്ള പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുക. ഇതൊക്കെയാണ് ചിന്തിക്കേണ്ടത് എന്ന് പൗലോസ് ഓർപ്പിക്കാം. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, ഇതിനെക്കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആത്മീയമായ ആ തികവിലേക്ക് വളരുവാനായിട്ട് സാധിക്കും. അതാണ് തികഞ്ഞവരുടെ ലക്ഷണം എന്ന് പൗലോസ് പറയുന്നു. എന്നാൽ ഇതിന് വിപരീതമായി വേറെ വിധമായി ചിന്തിച്ചാൽ എന്ന് പറഞ്ഞാൽ, തങ്ങളുടെ യഹൂദ പശ്ചാത്തലത്തിലുള്ള പാരമ്പര്യത്തിലും യഹൂദ ന്യായപ്രമാണത്തിന്റെ ശ്രേഷ്ഠതയിലും യഹൂദ മതം നൽകുന്ന ആ പരിച്ഛേദനയിലും യഹൂദ മതത്തിൽ ലഭിക്കുന്നതായ
മാന്യതയും സ്ഥാനവും മാനവും ഒക്കെ ചിന്തിച്ചാൽ, അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിലേക്ക് തിരിഞ്ഞാൽ അത് ആത്മീയ പക്വതയുടെ ലക്ഷണമല്ല എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നിങ്ങൾ വേറെ വിധമായി ചിന്തിക്കരുത്. ആത്മീയമായി പക്വത പ്രാപിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ആത്മീയ പക്വതയുടെ അടിസ്ഥാനം നിങ്ങൾക്കും പണ്ടുകാലത്തുണ്ടായിരുന്ന ആ യഹൂദ മതത്തിലെ സ്ഥാനമാനങ്ങളോ അവിടെ നിങ്ങൾ അനുസരിച്ച അനുഷ്ഠാനങ്ങളോ ന്യായപ്രമാണമൊന്നും അല്ല എന്ന് പൗലോസ് ഓർപ്പിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചാൽ, വേറെ ചിന്തമായി ചിന്തിച്ചാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് പൗലോസ് പറയുന്നു. ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്ന് പറഞ്ഞാൽ, ദൈവം അത് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ ആ ചിന്തയെ ദൈവം അറിയുന്നു, ആ ചിന്തയെ ദൈവം ഗൗരവമായിട്ട് കാണുന്നു, ആ ചിന്തയ്ക്കുള്ള ദൈവത്തിനുള്ളതായ ഒരു ശിക്ഷണം നിങ്ങൾക്ക് ലഭിക്കും. ദൈവം ശിക്ഷിക്കുന്നതാണ്. ദൈവം ഇതിൽ അങ്ങനെ ചിന്തിക്കുവാൻ പാടില്ല എന്നാണ് ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നത്. അപ്പോൾ ആത്മീയ പക്വതയിലേക്കുള്ള ചിന്തയ്ക്ക് ആധാരമായ കാര്യങ്ങൾ പൗലോസ് നൽകിയാണ്. അങ്ങനെ ചിന്തിച്ചെങ്കിൽ മാത്രമേ ആ ക്രിസ്തുയേശുവിൽ ദൈവം ഒരുക്കിയിരിക്കുന്നതായ ആ പരമവിളിയുടെ ആ പ്രതിഫലം നേടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പ്രതിഫലം വേറെ വിധമായി ചിന്തിച്ചാൽ ആ പ്രതിഫലം നഷ്ടമായിട്ട് തീരും. മാത്രമല്ല, ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ അങ്ങനെ ചിന്തിക്കുന്നവരുടെ ആ ചിന്ത വെളിപ്പെടാൻ സാധ്യതയുണ്ട്. അവർക്ക് പ്രതിഫല നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ആത്മീയ പക്വതയിലേക്കുള്ള ചിന്തകൾ, ആത്മീയ ജീവിതത്തെ ഉന്നതിയിലേക്ക് നയിക്കുന്ന ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഫിലിപ്പി വിശ്വാസികൾ ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തകൾ എന്താണ്? ഈ നിലയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ആത്മീയമായ പക്വതയിലേക്ക് നയിക്കുന്ന ചിന്തകൾ നമ്മെ നയിക്കുന്നുണ്ടോ? ആത്മീയമായി സ്വർഗത്തിൽ പ്രതിഫലം പ്രാപിക്കാൻ ആ വിരുദിലേക്ക് ഓടുവാൻ സഹായകരമായ ചിന്തകളാണോ നമ്മെ ഭരിക്കുന്നതെന്ന് നാം പരിശോധിക്കേണ്ടതാണ്. വേറെ വിധമായി ചിന്തിച്ചാൽ അത് നമുക്ക് നഷ്ടത്തിനും പ്രതിഫല നഷ്ടത്തിനും നമുക്ക് ശിക്ഷയ്ക്കും കാരണമായി തീരാം എന്ന് പൗലോസോട് പറയുക. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. എന്താണ് ഈ പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം? അത് ക്രിസ്തു ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ്. ആ പരിജ്ഞാനം ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ കഴിയുന്നതാണ്. അത് ക്രിസ്തുവിൻ്റെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പൗലോസ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പരിജ്ഞാനം അഥവാ പൗലോസ് നൽകിയ ഈ പ്രബോധനങ്ങളിലൂടെ ഫിലിപ്പി വിശ്വാസികൾ ലഭിക്കുന്ന പരിജ്ഞാനം, ക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ഏറ്റവും ശ്രേഷ്ഠമായത് ചെയ്യുവാൻ, ഭേദാഭേദങ്ങളെ വിവേചിക്കുവാൻ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആത്മീയ ജീവൻ നയിച്ച് മുന്നോട്ട് പോകണം എന്ന് പൗലോസ് ആവശ്യപ്പെടുകയാണ്. ഇവിടെ നടക്കുക എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് തുടർമാനമായ ഒരു ജീവിതത്തെയാണ്, നിരന്തരമായി ചെയ്യേണ്ട ഒരു ജീവിതത്തെയാണ്. മാത്രമല്ല, ജീവിതത്തിന്റെ സ്വഭാവത്തിന്റെ ഭാഗമാക്കേണ്ടതാണ്. എന്താണ് സ്വർഗീയമായ ആ പരിജ്ഞാനം? ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതായ പരിജ്ഞാനം. ആ പരിജ്ഞാനം പ്രാപിച്ച് ആ പരിജ്ഞാനം അനുസരിച്ച് നടക്കുമ്പോൾ ആത്മീയമായ പക്വതയിലേക്ക്, ക്രിസ്താനുരൂപത്തിലേക്ക്, ക്രൈസ്റ്റ് ലൈക്ക്നെസ്സിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. അങ്ങനെ ചിന്തിക്കുവാൻ, ക്രിസ്തീയ അനുരൂപമായി തീരുന്ന ഒരു ജീവിതത്തെക്കുറിച്ച്, ക്രിസ്തുയേശുവിന്റെ ഭാവമുള്ളതായ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പൗലോസ് ഇവിടെ വിശ്വാസികൾ ഓർപ്പിക്കുകയാണ്. വേറെ വിധമായി ചിന്തിച്ചാൽ അതിന്റെ പരിണിതഫലമുണ്ടെന്നുള്ള വലിയ മുന്നറിയിപ്പ് പൗലോസ് ഇവിടെ നൽകുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ചിന്തകളെയും നമ്മുടെ നിരൂപണങ്ങളെയും നമുക്ക് പരിശോധിക്കാം. പൗലോസിന്റെ ഈ മനോഭാവം നമുക്കുണ്ടാകട്ടെ. ആത്മീയ പക്വതയിലേക്ക് നയിക്കുന്ന ചിന്തകളാൽ നിറയപ്പെട്ട് സ്വർഗീയമായ പ്രതിഫലം പ്രാപിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.